ഇറാനിൽ സൈനിക നടപടിയിലൂടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ആണവ കേന്ദ്രങ്ങളാണ്, രണ്ടാമത്തേത് മിസൈൽ കേന്ദ്രങ്ങളുമാണ്. പക്ഷെ ഈ രണ്ടും നിലനിൽക്കുന്നത് ഭൂമിക്കടിയിലാണ്. അമേരിക്കയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട GBU എന്നറിയപ്പെടുന്ന ബങ്കർ ബ്ലാസ്റ്റർ മിസൈലുകൾ, ഈ മിസൈൽ GBU 57 എന്നറിയപ്പെടുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഭൂമിക്കടിയിൽ തുളച്ചു കയറാൻ സാധിക്കുക. അതിന് 60 മീറ്ററാണ് ഭൂമിക്കടിയിൽ പോയി സ്ഫോടനം ഉണ്ടാക്കാൻ സാധിക്കുക. പക്ഷെ ഇറാന്റെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള പ്രദർശിപ്പിച്ച മിസൈൽ സിറ്റി ഇത് നിലനിൽക്കുന്നത് 100 മീറ്ററുകൾക്ക് താഴെയാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ ഈ മിസൈൽ കൊണ്ട് ഒരിക്കലും അതിനെ തകർക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഭൂമിക്കടിയിൽ നിലനിൽക്കുകയാണ്. ഇതിനെ ആക്രമിക്കാനും പ്രതിസന്ധിയുണ്ട്. എന്നാൽ അവിടെ ഒരു മാർഗം അമേരിക്കക്കും ഇസ്രയേലിനും സ്വീകരിക്കാൻ സാധിക്കും. ഒരു കേന്ദ്രത്തിലേക്ക് ഒരു മിസൈൽ ആക്രമിച്ചതിന് ശേഷം തുടരെ രണ്ടാമതും മൂന്നാമതും അതേ പോയിന്റിൽ തന്നെ ആക്രമിക്കുക. നമുക്കറിയാം ഹസൻ നസ്രുള്ളയെ വധിക്കാൻ വേണ്ടി ലബനാനിൽ ചെയ്തിട്ടുള്ള രീതി അതാണ്. ഒരു പോയിന്റിൽ തന്നെ 2-3 മിസൈലുകൾ നിരന്തരം ഒരേ പോയിന്റിലേക്ക് കൊടുക്കുമ്പോൾ ഒന്ന് ആക്രമിച്ച് താഴെ എത്തുമ്പോൾ പിന്നീട് അവിടുന്ന് അങ്ങോട്ടാണ് രണ്ടാമത്തെ മിസൈലിന്റെ പ്രതികരണങ്ങൾ, അതിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ തുളച്ചു കയറാൻ സാധിക്കും. ഒരുപക്ഷെ 100 മീറ്റർ താഴെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ആക്രമിക്കണമെങ്കിൽ ഇറാന്റെ വ്യോമ മേഖല ഇസ്രയേലിനും അമേരിക്കക്കും ഫ്രീ ആയി ലഭിക്കണം. അതൊരു വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ്. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾക്ക് നിൽക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേലിലേക്ക് ശക്തമായ മിസൈൽ ആക്രമണം ഇറാൻ നടത്തും. മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താല്പര്യങ്ങളും അവരുടെ എയർബേസുകളും ശക്തമായ രൂപത്തിൽ ഇറാൻ ആക്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപിൽ നിന്നുള്ള അമേരിക്കയുടെ ഡീഗോ ഗാർഷ്യ എന്നറിയപ്പെടുന്ന ഒരു കേന്ദ്രത്തിൽ വെച്ചാണ്, ബേസിൽ വെച്ചാണ്. അഫ്ഗാനിസ്ഥാന്റെയും ഇറാഖിനെയും ആക്രമിക്കുന്ന സമയത്ത് അമേരിക്ക ഈ ദ്വീപ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ദ്വീപിൽ നിന്ന് തന്നെ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാനാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. കാരണം F-16 ഇത്രയും ദൂരെ പോയി ആക്രമിച്ചു വരാൻ കഴിയില്ല, ഇടയിൽ വെച്ച് ഇന്ധനം നിൽക്കേണ്ടി വരും. എന്നാൽ B-2 എന്നറിയപ്പെടുന്ന ബോംബറിന് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയും. 8000 കിലോമീറ്റർ അപ്പുറം പോയി 8000 കിലോമീറ്റർ അപ്പുറത്തുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ദ്വീപിലുള്ള ഡീഗോ ഗാർഷ്യയിലുള്ള അമേരിക്കയുടെ ബേസ് പരിശോധിക്കുമ്പോൾ 7 ബോംബറുകളാണ്, B-2 എന്നറിയപ്പെടുന്ന 7 ബോംബറുകൾ നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇതൊരു ആക്രമണത്തിന്റെ സൂചനയായി നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ തടയാൻ, അതിനെ പ്രതിരോധിക്കാൻ ഇറാന്റെ കയ്യിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടോ എന്നതാണ്. പവർ എന്നറിയപ്പെടുന്ന അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഇതിന് പ്രതികരിക്കാൻ കഴിയുമോ എന്നതാണ്. ഇസ്രയേലിന്റെ മിസൈലുകളെ ധാരാളം പ്രതികരിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾക്കെതിരെ സാധിക്കുമോ എന്നതാണ്. B-2 എന്നറിയപ്പെടുന്നത് സ്റ്റെൽത്ത് ആണ്. സ്റ്റെൽത്ത് എന്ന് പറയുമ്പോൾ റഡാറുകൾക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. റഡാറുകൾക്ക് തിരിച്ചു കിട്ടുന്ന സിഗ്നലുകൾ ഒരുപക്ഷെ ഒരു പക്ഷിയുടെ വലുപ്പത്തിൽ അത്രയും ചെറുതായിരിക്കും. അതായത് ഒരു യുദ്ധവിമാനമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ റഡാറും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് മുഖേനയും സാധിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ ഡിഫെൻഡ് ചെയ്യാതെ വരും. കാരണം ഒരു പക്ഷിയായി മാത്രമേ അതിനെ കാണിക്കപ്പെടുന്നുള്ളൂ. അങ്ങനെ അമേരിക്ക ഡീഗോ ഗാർഷ്യയിൽ നിന്നും ദ്വീപിൽ നിന്നും ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഷാഹിദ് മഹ്ദവി എന്നറിയപ്പെടുന്ന പടക്കപ്പൽ, യുദ്ധക്കപ്പലുണ്ട്. ഈ യുദ്ധക്കപ്പലുകൾ ദീർഘദൂര മിസൈലുകളാണ് വഹിക്കുന്നത്. ഈ കപ്പൽ ഉപയോഗിച്ച് അമേരിക്കയുടെ ഡീഗോ ഗാർഷ്യ അടിച്ചു തകർക്കുമെന്നാണ്. ഇങ്ങനെ ഒരു പരിമിതമായ കാര്യങ്ങളല്ല ഇറാന്റെ പ്രതിരോധം എന്ന് പറയുന്നത്, അത് കുറച്ചുകൂടെ വൈഡാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആക്രമിക്കുമ്പോൾ 100 തവണ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വടി കൊടുത്ത് അടി തിരിച്ചു വാങ്ങാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈനിക നടപടിയിലൂടെ നേട്ടമുണ്ടാക്കാൻ എവിടെയും സാധിച്ചിട്ടില്ല എന്നത് വളരെ കൃത്യമാണ്. അവർ ഇന്റലിജൻസ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ചതികൾ ഉപയോഗിച്ചും മാത്രമാണ് ഇസ്രായേലിന്റെ യുദ്ധം. ഹിസ്ബുള്ളയെ ഒരു പരിധി വരെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞത് ഇന്റലിജൻസ് മുഖേനയാണ്. നമുക്കറിയാം ചതികളിലൂടെ, പേജർ ആക്രമണത്തിലൂടെ 3000 ഹിസ്ബുള്ളയുടെ സൈനികർ ഒരു സമയത്ത് തന്നെ അവർ സൈനിക രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട അപകടം പറ്റുന്ന സാഹചര്യമുണ്ടായി, പേജർ പൊട്ടിത്തെറിച്ചുകൊണ്ട്. ഇത് ഒരു സൈനിക നടപടിയായിരുന്നില്ല. അതേസമയത്ത് സൈനിക നടപടിയിലൂടെ ഒന്നും ചെയ്യാൻ ലബനാനിലോ അല്ലെങ്കിൽ ഗസയിലോ എവിടെയും ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നത് വളരെ കൃത്യമാണ്. അമേരിക്കയുടെ സഹായത്തോടു കൂടെയുള്ള ഇന്റലിജൻസ്, അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങൾ, ഇറാന്റെയും അതുപോലെ ഇറാൻ പ്രോക്സികളുടെയും മുന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒന്നും സൈനിക നടപടികൾ അത്ര പൂർണ്ണ വിജയത്തിലല്ല ഉള്ളത് എന്ന കാര്യം ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ തിരിച്ചടിയെക്കുറിച്ച് അമേരിക്കക്കും
ഇസ്രയേലിനും കാര്യമായ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിന് അമേരിക്ക മുതിരാത്തത്. പരമാവധി ഇപ്പോൾ ചൈന അതിന് മധ്യസ്ഥത വഹിക്കാം. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അതിന്റെ കരാറിൽ മധ്യസ്ഥത വഹിക്കാൻ ചൈന തയ്യാറാണെന്ന് പറയുമ്പോൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ചൈന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിരുദ്ധ ചേരിയിലായിരിക്കും എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം അത്തരമൊരു സാഹചര്യം ഉണ്ടായത്. എന്തായിരുന്നാലും ഇറാന്റെ ആണവ നീക്കം തന്നെയാണ് ഇസ്രായേലിനും അമേരിക്കക്കും തലവേദന. കാരണം ഇറാൻ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ മിഡിൽ ഈസ്റ്റ് ആധിപത്യം എന്നേക്കുമായി അവസാനിച്ചു എന്നാണ് അതിനർത്ഥം. അതോടുകൂടെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള കടന്നുകയറ്റങ്ങളുടെയും അവസാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും.